ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ആൻഡ് എസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ ഫ്രൈഡ് ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. ആദ്യം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചിക്കൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള നമുക്ക് കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, ശകലം വിനീഗർ, ശകലം ഉപ്പ് ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം മെറിനേറ്റ് ചെയ്ത് അങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള, 2 ടൊമാറ്റോയും 5 ഗ്രീൻ ചില്ലിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് റെഡ് ചില്ലി പൗഡർ വേണം, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തേങ്ങാപ്പാൽ, റെഡ് ചില്ലി സോസ്. നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് ചില്ലി സോസാണ്, സോയ സോസ്. ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും. ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യാൻ ഇടാം. ഇനി പിടിച്ചിടുകയാണ്. ഇപ്പോൾ നമ്മൾ എടുക്കാനുള്ള സമയം. അതേ എണ്ണയിൽ തന്നെ നമ്മൾ സവാള ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും ഇട്ട് കൊടുക്കുക. ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും വടന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറി ലീവ്സും ഇട്ട് കൊടുക്കുക. ഇട്ട് വഴറ്റുക. പച്ച മണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ചില്ലി പൗഡർ, ഗരം മസാല പൗഡർ, ഫെനൽ പൗഡർ, മഞ്ഞൾ പൗഡർ, എല്ലാം കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. പച്ച മണം മാറുന്നവരെ നമ്മൾ സോയ സോസും ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ സോയ സോസ്, 1 സ്പൂൺ ചില്ലി സോസ് ഇട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക.
കുറച്ച് നേരം വേവിക്കാൻ വയ്ക്കും. അവസാനമായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുക. തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകരുത്. ഒരു ചെറിയ തിള വന്ന ഉടനെ ഓഫ് ചെയ്യുക. തിള വന്നു കഴിഞ്ഞു. ഇനി ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.